നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ NSS പിന്തുണ UDF സ്ഥാനാർത്ഥി ഐഷ പോറ്റിക്കെന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാറാണ് ഐഷ പോറ്റിക്ക് വോട്ട് നൽകാൻ ആഹ്വാനം ചെയ്തത്. ഹലോ, അനിൽ ചേട്ടനാണോ? ആ ചേട്ടാ, ഞാൻ ഒരു കരയോഗത്തിന്റെ അംഗമാണേ. ഞാൻ വിളിച്ചത് ചേട്ടാ, നമ്മുടെ ഇപ്പൊ ഈ NSSന്റെ ഗ്രൂപ്പിലെ ഈ വനിതാ സമാജ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഒരു വോയിസ് ഇങ്ങനെ കേൾക്കുന്നു, ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞോട്ടെ. അപ്പൊ അത് നമ്മുടെ ഒരു NSS ഒരു അംഗമില്ലേ, ബാലോത്സവം. അപ്പൊ അത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വോട്ട് കൊടുക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ തവണ ബാലഭവൻ സാറിനെ സഹായിച്ചല്ലോ. കഴിഞ്ഞ വർഷം ബാലോത്സവനെ സഹായിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് ഇപ്പം താലൂക്ക് അവിടുന്ന് നമ്മുടെ സമുദായ NSSന്റെ പൊതുവായ NSS നിലപാടായത് കേട്ടോ. NSS താലൂക്ക് NSS യൂണിയൻ NSSന്റെ ഒരു നിലപാടായിരുന്നു ഇതെടുത്തതേ. NSS ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നായർക്ക് വോട്ട് ചെയ്യണ്ട, പിന്നെ ബ്രാഹ്മൺസിന് വോട്ട് ചെയ്യാം. നായർക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. നമുക്ക് NSSന് അങ്ങനെയല്ലല്ലോ. അല്ല, എനിക്ക് അങ്ങനെ ഉണ്ട് ചേട്ടാ. നമ്മള് NSS ആർ ശങ്കരെ മുഖ്യമന്ത്രിയാക്കിയ മണ്ണത്തൂർമനാവിന്റെ പ്രസ്ഥാനമാണ്. അല്ല, ഇന്നൊരു പത്രപ്രസ്താവന ഉണ്ടായിരുന്നല്ലോ ചങ്ങനാശ്ശേരിന്ന്. അതുണ്ടായിരുന്നു, പക്ഷെ കൊട്ടാരക്കരയിൽ അത് ഒഴിവാക്കിക്കൊണ്ടാണ് ഉണ്ടായത്. താലൂക്ക് യൂണിയൻ എടുത്ത തീരുമാനം അറിയില്ല. അതിപ്പം താലൂക്ക് യൂണിയന്റെ സർവീസ് സൊസൈറ്റികളെ തീരുമാനം. തങ്കപ്പുള്ള സാർ അറിഞ്ഞോ? അറിയാം, ഞങ്ങളുടെ സാറിനെ വിളിച്ചാൽ എല്ലാരും കൂടെ എടുത്ത തീരുമാനം. അല്ല, നമ്മൾ ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല സാറേ കേട്ടോ. ഭയങ്കര ഒരു ഇതായിപ്പോയി അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ. അതിന്റേതായ ചില കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. NSSന്റെ താലൂക്ക് യൂണിയൻ, കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാറിന്റെ ശബ്ദമാണ് പ്രേക്ഷകർ കേട്ടത്. ഐഷ പോറ്റിക്ക് നമുക്കറിയാം NSSുമായി ഏറെ ബന്ധമുള്ള ഒരു നേതാവ്, CPM നേതാവ് കൂടിയാണ് ബാലഗോപാലിന് കുടുംബപരമായി തന്നെ NSSുമായി വളരെ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. ബാലഗോപാലിന് വോട്ട് ചെയ്യാതെ ഐഷ പോറ്റിക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസ്സുകാരിയായി മാറിയ ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യാനാണ് NSS ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് കൊട്ടാരക്കരയിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ പുറത്തു വന്ന വിലയിരുത്തലനുസരിച്ച് വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ് UDF അവിടെ. വിനീഷ്, NSSന്റെ പിന്തുണ ഐഷ പോറ്റിക്ക് ഗുണം ചെയ്യും, ഉറപ്പാണ്? തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ഇതിൽ NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി അനിൽകുമാർ അണികളോട് ഐഷ പോറ്റിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ പിന്തുണ നൽകുന്നതെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. നമുക്കറിയാം, മറ്റു മണ്ഡലങ്ങളിൽ NSS സമദൂര നിലപാട് തുടരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്നാണ് ഈ ഒരു വോയിസ് ക്ലിപ്പിൽ തന്നെ വിശദീകരണം നൽകിയിരിക്കുന്നത്. പക്ഷേ കൊട്ടാരക്കരയിൽ അങ്ങനെയല്ല. ഐഷ പോറ്റിക്ക് വോട്ട് നൽകണം, പിന്തുണ നൽകണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാലിനെ NSS സഹായിച്ചിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റിയെ സഹായിക്കുന്നു, ഐഷ പോറ്റിക്ക് പിന്തുണ നൽകുന്നു, എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ മഹിളാ സമാജം അടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഈ സന്ദേശം പ്രചരിച്ചതോടെയാണ് ഇതിന്റെ നിജസ്ഥിതി അറിയുന്നതിനായി, ഇതിന്റെ മറ്റു വിശദീകരണങ്ങൾ അറിയുന്നതിനായി NSSന്റെ ഭാരവാഹികൾ താലൂക്ക് യൂണിയൻ സെക്രട്ടറിയെ വിളിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായത്. അതിന്റെ സന്ദേശങ്ങളാണ്, ഇത്തരത്തിലുള്ള ഈ ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. നമുക്കറിയാം, കൊട്ടാരക്കരയിൽ LDF UDF ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നടന്നത്. അപ്പോൾ കഴിഞ്ഞ ടൈമിൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് KN ബാലഗോപാൽ വിജയിച്ചത്. ഈ പ്രാവശ്യവും അത്തരത്തിലുള്ള വലിയ മത്സരം നടന്നപ്പോഴാണ് ഐഷ പോറ്റിക്ക്, നമുക്കറിയാം LDFന്റെ MLA ആയിരുന്നു ഐഷ പോറ്റി ഇപ്പോഴാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും. അതുപോലെ തന്നെ ഈ 3 സ്ഥാനാർത്ഥിമാരും NSSുമായിട്ട് അധികം ബന്ധമുള്ളവരൊക്കെ തന്നെയാണ്. അപ്പോൾ വിനീഷ്, ഇതിനകത്തൊരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാലഗോപാലിന് NSSുമായി ബന്ധമുള്ള വളരെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ്. ഒരുപക്ഷെ CPMന്റെ ഒരു NSS ബന്ധം വിളക്കിച്ചേർക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള നേതാവ് കൂടിയാണ് ബാലഗോപാൽ എന്ന കാര്യത്തിൽ സംശയമില്ല. കുടുംബപരമായ അദ്ദേഹത്തിന് അത്തരം ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇത്തരമൊരു നിലപാട് മാറ്റം എന്ത് സാഹചര്യത്തിലാണ് എന്ന് വ്യക്തമാകുന്നുണ്ടോ? ഒപ്പം നമുക്കറിയാം, കാലങ്ങളായി ബാലകൃഷ്ണപിള്ളയുടെ തട്ടകമാണ് അവിടെ. ബാലകൃഷ്ണപിള്ള അവിടെ NSSന്റെ എല്ലാ തരത്തിലുമുള്ള നേതാവ് തന്നെയായിരുന്നു. അവിടെയാണ് LDF ബാലകൃഷ്ണപിള്ളയുടെ കക്ഷി
LDFിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് UDFിനെ പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ കൊട്ടാരക്കര പോലെ ഒരു പ്രധാന NSS കേന്ദ്രത്തിൽ തീരുമാനിക്കുന്നത് എന്നതും പ്രസക്തമാണല്ലോ. തീർച്ചയായും ഇത് അങ്ങനെയാണ്. നമുക്കറിയാം താലൂക്ക് യൂണിയന്റെ കീഴിൽ ഏകദേശം ഒരു 140-ൽ പരം കരയോഗങ്ങളാണ് ഉള്ളത്. ഇവരെ വോട്ടുകൾ വളരെ നിർണായകമാണ്. NSSന്റെ വോട്ടിന് നിർണായകമായ സാഹചര്യമാണ്. കാരണം ആര് വിജയിക്കും എന്നുള്ളത് ഏറെക്കുറെ NSSന്റെ വോട്ടിന്റെ ഒരു ഇതിൽ തന്നെയാണ് നമുക്കൊരു നിർണ്ണയിക്കാൻ കഴിയുന്നതും. എന്തായാലും ഈ വോട്ടുകൾ നിർണായകമായി ഈ ഒരു സാഹചര്യത്തിൽ മണ്ഡലത്തിൽ പ്രാദേശിക പിന്തുണ UDFിന് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് UDF നേതൃത്വമുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ NSS ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. രഞ്ജിത്ത്, വരും നാളുകളിൽ തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ഏറെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറുന്ന ഒന്നുകൂടിയാണ് NSSന്റെ പിന്തുണ എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ഐഷ പോറ്റിക്ക് പിന്തുണ നൽകാൻ NSSന്റെ പ്രാദേശിക നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് നിർണായകമായ ഘടകമാണ്. പ്രാദേശിക നേതൃത്വം എന്ന് പറഞ്ഞാൽ അവിടുത്തെ NSSന്റെ താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുടെ അനിൽകുമാർ എന്ന വ്യക്തിയുടെ ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. അതിന്റെ വിശദാംശങ്ങളാണ് വിനീഷ് നൽകിയത്.